നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മേഖലയിൽ വ്യാപക മോഷണ ശ്രമം. ചൊവ്വന്നൂരിൽ സപ്ലൈകോയുടെ ഷട്ടറിന്റെ പൂട്ടുകൾ തകർത്തു. വെള്ളറക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ മോഷണ ശ്രമം. മരത്തംകോട് സെന്റ് സേവ്യർ കുരിശുപള്ളിയിലെ ഭണ്ഡാരം കുത്തിത്തുറന്നു. കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായ PV അൻവർ MLA ആരോപണം ഗുരുതരമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ആരോപണം തെറ്റെങ്കിൽ അൻവറിനെതിരെ എന്തുകൊണ്ട് നടപടിയില്ലെന്നും സുരേന്ദ്രൻ. ദേശീയപാത പാപ്പാളിയിൽ അപകടത്തിൽപ്പെട്ട ഓട്ടോറിക്ഷയിൽ നിന്ന് കഞ്ചാവ് പൊതികൾ കണ്ടെത്തി. ഡ്രൈവർ മന്നലാംകുന്ന് പാലപ്പെട്ടിക്കാരൻ വീട്ടിൽ അഷ്കറിനെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തനത്താണിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ മന്നലാംകുന്ന് സ്വദേശി മരിച്ചു. ജുമാഅത്ത് പള്ളിക്ക് സമീപം താമസിക്കുന്ന ഷിഹാബാണ് മരിച്ചത്. പുന്നയൂരിൽ ബസിന്റെ വാതിൽപ്പടിയിൽ നിന്നും പുറത്തേക്ക് വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. ചൊവ്വന്നൂരിൽ സപ്ലൈകോയിൽ മോഷണശ്രമം. തിങ്കളാഴ്ച പുലർച്ചെയാണ് മോഷണശ്രമം നടന്നത് എന്നാണ് പ്രാഥമിക വിവരം. ഷട്ടറിന്റെ പൂട്ടുകൾ തകർത്ത മോഷ്ടാവ് പൂട്ട് തകർക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് കഷ്ണങ്ങൾ സമീപത്തെ മതിലിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പണം നഷ്ടപ്പെട്ടിട്ടില്ല. തിങ്കളാഴ്ച രാവിലെ സപ്ലൈകോയിലെ ജീവനക്കാർ സ്ഥാപനം തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണശ്രമം നടന്ന വിവരം അറിയുന്നത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. സംഭവത്തിൽ വിരലടയാള വിദഗ്ധർ പരിശോധന നടത്തും. മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചതായി കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ അറിയിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് മരത്തംകോട് പ്രദേശങ്ങളിൽ മോഷണശ്രമം. വെള്ളറക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിലും മരത്തംകോട് കുരിശുപള്ളിയിലുമാണ് മോഷണശ്രമം നടന്നിട്ടുള്ളത്. വില്ലേജ് ഓഫീസിന്റെ വാതിലിന്റെ ലോക്ക് തകർത്താണ് മോഷണശ്രമം. 200 രൂപ മാത്രമാണ് നഷ്ടപ്പെട്ടതെന്ന് പറയുന്നു. മരത്തംകോട് മേരിമാതാ പള്ളിക്ക് കീഴിലുള്ള സെന്റ് സേവ്യർ കുരിശുപള്ളിയിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണശ്രമം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഭണ്ഡാരം തുറന്ന് കമ്മിറ്റി പണം എടുത്തതിനാൽ കാര്യമായി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കുന്നംകുളത്ത് നിന്നും എരുമപ്പെട്ടിയിൽ നിന്നും പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചു. ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിരുന്നു. കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായ PV അൻവർ MLA ആരോപണം ഗുരുതരമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. ആരോപണം തെറ്റെങ്കിൽ അൻവറിനെതിരെ എന്തുകൊണ്ട് നടപടിയില്ലെന്ന് അദ്ദേഹം ചോദിച്ചു. മന്ത്രിസഭാംഗങ്ങളുടെ ഫോൺ ചോർത്തൽ രാജ്യദ്രോഹ ആരോപണത്തിന് സമാനമാണ്. പിണറായിയുടെയും ഗോവിന്ദിന്റെയും നാവിറങ്ങിപ്പോയെന്ന് അദ്ദേഹം ചോദിച്ചു. സർക്കാർ രാജിവെക്കണം. അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് വിടണം. സുരേഷ് ഗോപി ജയിച്ചത് പൂരം കലക്കിയതുകൊണ്ടെന്ന് വ്യാഖ്യാനിക്കേണ്ട. അത്തരത്തിലുള്ള വ്യാഖ്യാനം തൃശൂരിലെ ജനവിധിയോടുള്ള വെല്ലുവിളിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന രാജ്യദ്രോഹം നടത്തിയതാണ് അന്വേഷിക്കേണ്ടത്. MLA പറഞ്ഞത് തെറ്റെങ്കിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഇവിടെ സുരേഷ് ഗോപി ജയിച്ചത് പൂരം കലക്കിയത് കൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കേണ്ട. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ ജനങ്ങൾ നൽകിയ ജനവിധിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് അത്തരം വാദങ്ങൾ. അല്ലാതെ പൂരം കലക്കിയത് കൊണ്ടൊന്നുമല്ല സുരേഷ് ഗോപി ജയിച്ചത്. അത് ഭാരതീയ ജനതാ പാർട്ടിയും അദ്ദേഹവും നടത്തിയിട്ടുള്ള ക്രിയാത്മകമായ ഇടപെടൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് സ്വർണം കടത്തുന്നു ADGP. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് മയക്കുമരുന്ന് കടത്തുന്നു ADGP. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് കൊലപാതകം നടത്തുന്നു ADGP. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ADGP ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കുന്നു. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതല്ലേ ചോദിക്കേണ്ടത്? പുത്തനത്താണിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ മന്നലാംകുന്ന് സ്വദേശി മരിച്ചു. മന്നലാംകുന്ന് ജമാഅത്ത് പള്ളിക്ക് സമീപം പരേതനായ കൂളിയാട്ട് മൊയ്തുണ്ണി മകൻ 42 വയസ്സുള്ള ഷിഹാബാണ് മരിച്ചത്. ഭാര്യയുമായി ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ മിക്സർ ലോറി വന്ന് ഇടിക്കുകയായിരുന്നു. ഞായറാഴ്ച രാത്രി 7:30യോടെയായിരുന്നു സംഭവം. നാട്ടുകാർ സമീപമുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഖബറടക്കം മന്നലാംകുന്ന് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. ഫാത്തിമയാണ് മാതാവ്. ഹൈറുന്നിസ ഭാര്യയാണ്. മുസ്ലിം, മിസിൻ എന്നിവർ മക്കളാണ്. ദേശീയപാത പാപ്പാളിയിൽ അപകടത്തിൽപ്പെട്ട ഓട്ടോറിക്ഷയിൽ നിന്നും കഞ്ചാവ് പൊതികൾ കണ്ടെത്തി. ഡ്രൈവർ മന്നലാംകുന്ന് പാലപ്പെട്ടിക്കാരൻ വീട്ടിൽ അഷ്കറിനെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അഷ്കറിനെതിരെ നേരത്തെയും കഞ്ചാവ് കേസുകളുണ്ട്. ഓട്ടോറിക്ഷയും 3 പൊതികളിലായി ലഭിച്ച 38 ഗ്രാം കഞ്ചാവും കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. തിരക്കിട്ട് ഓട്ടോറിക്ഷ മാറ്റാൻ ശ്രമിച്ചതിനെ തുടർന്ന് സംശയം തോന്നിയ നാട്ടുകാർ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് വാഹനം പരിശോധിക്കുന്നതിനിടെയാണ് പുറകിലെ സീറ്റിനടിയിൽ പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച കഞ്ചാവ് പൊതികൾ കണ്ടെത്തിയത്.
അപകടത്തിൽ നിസ്സാര പരിക്കേറ്റ അഷ്കറിനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഓട്ടോറിക്ഷയിൽ മറ്റു 2 പേർ കൂടി ഉണ്ടായിരുന്നുവെന്നും ഇവർ വലിയ പൊതിയുമായി രക്ഷപ്പെട്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. CCTV ന്യൂസ് പുന്നയൂർകുളം. എരുമപ്പെട്ടി പതിയാരത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. തിറ്റൂർ സ്വദേശി അണ്ടേങ്ങാട്ട് വീട്ടിൽ യൂനുസിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 10 മണിയോടെ പതിയാരം കുട്ടഞ്ചേരി തുമ്പിൽ ക്ഷേത്രത്തിന് സമീപമാണ് സംഭവമുണ്ടായത്. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ യൂനുസ് ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത്. വനത്തിൽ നിന്ന് ഓടിവന്ന പന്നി സ്കൂട്ടറിൽ ഇടിക്കുകയും നിലത്ത് വീണ യൂനുസിനെ കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. യൂനുസിന്റെ കൈയിനും കാലിനും പരിക്കുണ്ട്. മേഖലയിൽ കാട്ടുപന്നിയുടെ ആക്രമണം പതിവായിരിക്കുകയാണ്. ഇതിനു മുമ്പ് പലരെയും പന്നികൾ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മുമ്പ് വരവൂർ തളിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചിരുന്നു. കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്ന പന്നികൾ വ്യാപകമായി കൃഷികൾ നശിപ്പിക്കുന്നതും നിത്യസംഭവമാണ്. കാട്ടുപന്നിയുടെ ആക്രമണം ഇവിടെ ഭയങ്കര കൂടുതലാണ് ഈ മേഖലയിൽ. ഇപ്പോൾ വലിയ വലിയ പന്നികളൊക്കെയാണ് വരുന്നത്. അങ്ങനത്തെ വലിയ പന്നികളാണെങ്കിൽ ആൾക്കാർ, ഇപ്പോൾ ഞാൻ മാത്രമല്ല, കുറേ ഫാമിലി ആയിട്ട് പലരും യാത്ര ചെയ്യുന്നതാണ്, 2 വീലർ യാത്രയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും വലിയ വലിയ പന്നിയുടെ മുമ്പിൽ പെട്ടെന്നൊക്കെ ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ പെട്ടുപോയാൽ ഉള്ള അവസ്ഥ ഭയങ്കര ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഞ്ചായത്ത് മെമ്പറിനൊക്കെ വിളിച്ച് അറിയിക്കുകയായിരുന്നു. നമ്മൾക്ക് വന്ന ഈ അനുഭവം വേറെ വല്ലവർക്കൊക്കെ വരുമ്പോൾ ഇത് ആവില്ല സ്ഥിതി ഉണ്ടാവുക. അപ്പോൾ അത് എല്ലാ അധികാരികളൊക്കെ എത്തണം. മാധ്യമപ്രവർത്തകൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഗുരുവായൂർ പാലുവായ് കരുമാഞ്ചേരി വീട്ടിൽ അജിത് കുമാറാണ് മരിച്ചത്. 66 വയസ്സായിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെ പടിഞ്ഞാറേ നടയിലെ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ അജിത് കുമാറിനെ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ പത്രങ്ങളിൽ ലേഖകനായിരുന്നു. രമയാണ് ഭാര്യ, അർജുൻ മകനാണ്. ഉറവ് പറ്റാത്ത സ്നേഹത്തിന്റെ സ്പർശനമായി മറ്റം സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂൾ. കാരുണ്യത്തിന്റെ സ്നേഹക്കുടുക്കകളുമായി വീണ്ടും ഏഞ്ചലീന. സ്വപ്നങ്ങളും പ്രതീക്ഷകളും നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും നഷ്ടമായ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി തന്റെ സ്വപ്നങ്ങൾ മാറ്റിവെച്ച വിദ്യാലയത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ഏഞ്ചലീന മരിയ സിൻഡോ തന്റെ 2ാമത്തെ കുടുക്കയും കൈമാറി. വയനാട് ജനതയെ സഹായിക്കാൻ സ്കൂളിൽ സമാഹരിക്കുന്ന വയനാടിനൊപ്പം പദ്ധതിയിലേക്കാണ് ഏഞ്ചലീന തന്റെ ചെറു സമ്പാദ്യമടങ്ങിയ കുടുക്ക കൈമാറിയത്. സ്കൂൾ പ്രധാന അധ്യാപിക ഫ്ലോറൻസ് ടീച്ചർ, PTA പ്രസിഡന്റ് TA മുഹമ്മദ് ഷാഫി എന്നിവർ ഏറ്റുവാങ്ങി. PTA വൈസ് പ്രസിഡന്റ് ക്രിസ്റ്റി റോയ്, അധ്യാപകരായ സാബു ജേക്കബ്, VP പരമേശ്വരൻ, K ധന്യ മാത്യു, OV പ്രീതി എന്നിവർ സംസാരിച്ചു. പാലിയക്കര ടോൾ പ്ലാസയിലെ നിരക്ക് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് AIYF തൃശൂർ ജില്ലാ കമ്മിറ്റി ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ടോൾ പ്ലാസയ്ക്കെതിരെ സമരം ചെയ്ത BJP യുവമോർച്ച പ്രവർത്തകരും തൃശൂർ MP സുരേഷ് ഗോപിയും ഇപ്പോൾ ടോൾ കൊള്ളയ്ക്കെതിരെ ഒരക്ഷരം പോലും ഉരിയാടാത്തത് BJPയുടെയും സംഘപരിവാറിന്റെയും രാഷ്ട്രീയ പാപ്പരത്വത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി പറഞ്ഞു. ഭാരവാഹനങ്ങൾക്ക് ഒരു ദിവസത്തെ 1-ൽ കൂടുതലുള്ള യാത്രയ്ക്ക് 5 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എല്ലാ വാഹനങ്ങൾക്കും 10 രൂപ മുതൽ 40 രൂപ വരെ മാസനിരക്കുകളിൽ വർധന വരുത്തിയിരിക്കുകയാണ്. ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്ക് മാസനിരക്കിൽ 15 രൂപ കൂട്ടി. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് പ്രതിമാസ വർധനവ് 25 രൂപയാണ്. ബഹുചക്ര ഭാരവാഹനങ്ങൾക്ക് പ്രതിമാസം 40 രൂപയുടെ വർധനയാണുള്ളത്. കരാർ ലംഘനത്തിന് കരാർ കമ്പനിക്ക് 2129 കോടി രൂപ NHAI പിഴ ചുമത്തിയ സാഹചര്യത്തിലും കരാർ പ്രവൃത്തികളും സേഫ്റ്റി ഓഡിറ്റിൽ നിർദ്ദേശിച്ച സുരക്ഷാ പ്രവൃത്തികളും ചെയ്തു തീർക്കാത്ത സാഹചര്യത്തിലും ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള കരാർ കമ്പനിയുടെ നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ചെലവ് വന്ന 721 കോടി രൂപയ്ക്ക് 2 ഇരട്ടിയായി 1450 കോടി പിരിച്ചിട്ടും കമ്പനി ജനങ്ങളെ കൊള്ളയടിക്കുന്നത് നോക്കി നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ട അധികാരികളുമെന്നും പ്രസാദ് പറേരി വ്യക്തമാക്കി. ജില്ലാ പ്രസിഡന്റ് ബിനോയ് ബഷീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ VK വിനീഷ്, VN അനീഷ്, VR റബീഷ്, PS അഖിൽ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. പുന്നയൂരിൽ ബസിന്റെ പടിയിൽ നിന്നും പുറത്തേക്ക് വീണ വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. അകലാട് നാലകത്ത് 18 വയസ്സുള്ള ഹസ്നയ്ക്കാണ് പരിക്കേറ്റത്. മൊഹ്യുദ്ദീൻ പള്ളി സ്റ്റോപ്പിൽ തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. കോളേജിലേക്ക് പോകുന്നതിനായി വിദ്യാർത്ഥിനി ബസ്സിലേക്ക് കയറിയ ഉടനെ ബസ് മുന്നോട്ടെടുക്കുകയും വാതിൽപ്പടിയിൽ നിന്ന് പുറത്തേക്ക് വീഴുകയുമായിരുന്നു. പരിക്കേറ്റ ഹസ്നയെ അകലാട് 3 V കെയർ ആംബുലൻസ് പ്രവർത്തകർ മുതുവട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ സഹോദയ സംഘടിപ്പിക്കുന്ന CBSE വിദ്യാലയങ്ങളുടെ അത്ലറ്റിക് മീറ്റിന് കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ തുടക്കമായി. നഗരസഭാധ്യക്ഷ സീതാ രവീന്ദ്രൻ കായികമേള ഉദ്ഘാടനം ചെയ്തു. 61 സ്കൂളുകളിൽ നിന്നായി 2000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കായികമേളയിൽ ഒളിമ്പ്യൻ ലിജോ ഡേവിഡ് തോട്ടാൻ മുഖ്യാതിഥിയായിരുന്നു.
SSTT രക്ഷാധികാരി ഡോക്ടർ എം ദിനേശ് ബാബു അധ്യക്ഷത വഹിച്ചു. നഗരസഭാധ്യക്ഷ സീതാ രവീന്ദ്രൻ പരേഡിൽ വിദ്യാർത്ഥികളുടെ അഭിവാദ്യം സ്വീകരിച്ചു. കായിക വിദ്യാർത്ഥികളുടെ പരേഡോടുകൂടി ആരംഭിച്ച കായികമേളയിൽ SSTT രക്ഷാധികാരി ഡോക്ടർ ദിനേശ് ബാബു പതാക ഉയർത്തി. ഒളിമ്പ്യൻ ലിജോ ഡേവിസ് തോട്ടാൻ ദേശീയ കായികമേള വിജയികളായ വിദ്യാർത്ഥികൾക്ക് ദീപശിഖ കൈമാറി. ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ മാനേജർ റവറൻ ഫാദർ വിജു കോലങ്കണ്ണി സ്കൂൾ പതാക ഉയർത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിജോ പോൾ CMI, തൃശൂർ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ EU രാജൻ, SSTT ട്രഷറർ ഡോക്ടർ സാബു കോനിക്കര തുടങ്ങിയവർ സംസാരിച്ചു. ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന കായികമേള 3 ദിവസങ്ങളിലായാണ് നടക്കുക. 4 വിഭാഗങ്ങളിലായി 61 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ബാൻഡ് പരേഡിന്റെ അകമ്പടിയും വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും കായികമേളയുടെ തുടക്കം വർണ്ണാഭമാക്കി. CCTV ന്യൂസ് കുന്നംകുളം. കാവുകൾ സംരക്ഷിക്കപ്പെടണമെന്നും അപൂർവങ്ങളും വൈവിധ്യങ്ങളുമായ മരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും NK അക്ബർ MLA പറഞ്ഞു. പുന്നയൂർ പഞ്ചായത്ത് ഹരിത കേരളം മിഷൻ, തെങ്ങിന് തടം മണ്ണിന് ജലം, ദേവഹരിതം, എള്ളുകൃഷി എന്നീ പദ്ധതികളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. കാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ടൊക്കെ പേടിയാണ്, പക്ഷേ കാവ് ഒരു തണലാണ്. ഒരു തണല് മാത്രം എത്രമാത്രം അപൂർവങ്ങളും വൈവിധ്യങ്ങളുമായ മരങ്ങൾ അതിലുണ്ട്. യഥാർത്ഥത്തിൽ കാവ് ആളുകൾക്ക് തൊടാൻ പേടി എന്തുകൊണ്ടാ? എന്തേലും സംഭവിക്കും എന്നുള്ള ഭയം കൊണ്ടാ. ഇല്ലെങ്കിൽ ആ കാവ് അവർ തെളിച്ച് വെട്ടി കളഞ്ഞ് അതൊക്കെ പറമ്പാക്കിണ്ടോ. ആ ഭയം കൂടി യഥാർത്ഥത്തിൽ അവൻ ഉണ്ടായത് നന്നായി. എത്ര അനുഗ്രഹിക്കുക. അതുകൊണ്ട് മരം ഒരു വരാണെന്ന് പറയുന്നു. പ്രകൃതിയെ നശിപ്പിച്ചാൽ വയനാട് പോലുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്നും പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കാനുള്ള പ്രത്യേക പരിരക്ഷ കൂടി ഈ പദ്ധതിയുടെ ഭാഗമാണെന്നും MLA കൂട്ടിച്ചേർത്തു. നമ്മുടെ ഭൂമിയാകെ പച്ച പിടിപ്പിച്ചില്ലെങ്കിൽ വയനാടുകൾ ഇനിയും നമുക്കുണ്ടാവും. അതുകൊണ്ട് പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക പരിരക്ഷ കൂടി ഈ ഒരു പ്രോഗ്രാമിനുണ്ട്. നമ്മുടെ നാട് നിലനിൽക്കാൻ, ഭാവി തലമുറ നിലനിൽക്കാൻ കൂടിയുള്ള ഒരു പ്രധാന ദൗത്യത്തിനാണ് ഇന്നിവിടെ നേതൃത്വം കൊടുക്കുന്നത്. പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള അവയൂർ ചക്കനാത്ത് ഘളൂരിക ദേവീക്ഷേത്ര പരിസരത്താണ് പദ്ധതികളുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നത്. ഇതിന്റെ ഭാഗമായി ബലവൃക്ഷ തൈകളുടെ നടിയിലും എള്ള് കൃഷിക്കായി വിത്ത് വിതറലും തെങ്ങിന് തടം എടുക്കുന്നതിന്റെയും ഉദ്ഘാടനം MLA നിർവഹിച്ചു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ C ദിദിക പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, പുന്നയൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA വിശ്വനാഥൻ മാസ്റ്റർ, പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ബാബു പാലപ്പെട്ടി, സെക്രട്ടറി TM വിനയദാസ്, കൃഷിഭവൻ ഓഫീസർ K ഗംഗാധത്തൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് പുന്നയൂർകുളം. എക്സൈസ് വിമുക്തി മണലൂർ നിയോജക മണ്ഡലം തല ജാഗ്രതാ സമിതി യോഗം ചേർന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. ജില്ലാതല ജനജാഗ്രതാ സമിതിയുടെ പ്രവർത്തനത്തിന് ജനകീയ പ്രതിരോധം ആവശ്യമാണെന്നും ജില്ലയിലെ യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടനകൾ, മറ്റു സംഘടനകളുടെ പൊതുകൂട്ടായ്മയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി താഴെത്തലങ്ങളിലേക്ക് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ വികേന്ദ്രീകരണം നടത്തുവാനും സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ സമിതിയുടെ ക്യാമ്പയിൻ നടത്തി ബോധവൽക്കരണം നടത്തുവാനും ലഹരിക്കെതിരെ പ്രതിരോധ സേനയായി പ്രവർത്തിക്കുവാനുമുള്ള ഒരു ജാഗ്രതാ സമിതി രൂപീകരിക്കുവാനും തീരുമാനിച്ചു. ജില്ലയെ ലഹരി വിമുക്തമാക്കാൻ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി രൂപീകരിക്കപ്പെട്ട ജില്ലാതല ജനജാഗ്രതാ സമിതി മുഖാന്തരം ഭാവി തലമുറയെ സംരക്ഷിക്കുവാനും ലഹരി വിമുക്തമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കാൻ എക്സൈസ് വകുപ്പ് ജാഗ്രതയോടെ ഇടപെടൽ നടത്തണം. കച്ചവട സ്ഥാപനങ്ങളിൽ വ്യാജമദ്യങ്ങളും മറ്റു ലഹരി ഉൽപ്പന്നങ്ങളും ലഭിക്കുന്നതായി അറിവായിട്ടുള്ളതാണ്. ഇത്തരം കച്ചവട കേന്ദ്രങ്ങൾ പരിശോധിക്കുവാൻ പോലീസ്, എക്സൈസ് വകുപ്പുകളോട് നിർദ്ദേശിച്ചു. ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന കടകൾക്കെതിരെ നിലവിൽ നിസ്സാരമായ പിഴയാണ് ചുമത്തുന്നത്. എന്നാൽ ഇത് നിർത്തലാക്കി കടകളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകണം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലതി വേണുഗോപാൽ, KK ശശിധരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കൊച്ചപ്പൻ വടക്കൻ, MM റജീന, മിനി ജയൻ, എക്സൈസ് വാടാനപ്പള്ളി ഇൻസ്പെക്ടർ ബെന്നി ജോർജ്, പാവർട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ VS ശിവദാസ്, AEO ഷീബ ചാക്കോ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ഗ്രന്ഥശാല പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, കേച്ചേരി.
ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കരസ്ഥമാക്കിയ ബീന ആർ ചന്ദ്രന് സ്വീകരണം നൽകും. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 ക്ലബ് അങ്കണത്തിലാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ധനസമാഹരണം നടത്തുന്നതിനു വേണ്ടി PFA നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പും ഓണക്കിറ്റിന്റെയും ഓണക്കോടി വിതരണത്തിന്റെ ഉദ്ഘാടനവും ബീന ആർ ചന്ദ്രൻ നിർവഹിക്കും. ക്ലബ്ബ് രക്ഷാധികാരി ഉണ്ണി മങ്ങാട്ട് അധ്യക്ഷത വഹിക്കും. ബീന ആർ ചന്ദ്രനെ അവാർഡിന് അർഹയാക്കിയ തടവ് എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച PP സുബ്രഹ്മണ്യൻ, സഹനടിയായ അനിത ടീച്ചർ എന്നിവർ മുഖ്യാതിഥികളാകും. യോഗത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. എടക്കളത്തൂരിന്റെ നാടകരാവുകൾക്ക് തിങ്കളാഴ്ച സമാപനമാകും. ഓഗസ്റ്റ് 25-ന് ആരംഭിച്ച നാടകോത്സവത്തിനാണ് തിങ്കളാഴ്ച തിരശ്ശീല വീഴുന്നത്. എടക്കളത്തൂർ ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 37 വർഷമായി അന്നകര കളത്തിപ്പറമ്പിൽ മാധവൻ സ്മാരക ട്രോഫിക്കായാണ് നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. എടക്കളത്തൂർ ശ്രീരാമചന്ദ്ര UP സ്കൂൾ മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് നാടകോത്സവത്തിലെ ഓരോ നാടകങ്ങളും അരങ്ങേറിയത്. ഓഗസ്റ്റ് 25 ഞായറാഴ്ച അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം എന്ന നാടകത്തിന്റെ അവതരണത്തോടെയാണ് നാടകോത്സവത്തിന് തുടക്കമായത്. തുടർന്നുള്ള ദിവസങ്ങളിൽ കടക്കാവൂർ നടനസഭയുടെ റിപ്പോർട്ട് നമ്പർ 79, കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ്, തിരുവനന്തപുരം സാഹിതിയുടെ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ, കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ, കൊല്ലം കാളിദാസയുടെ അച്ഛൻ, തിരുവനന്തപുരം സംസ്കൃതിയുടെ നാളത്തെ കേരള എന്നിവയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാടകോത്സവത്തിൽ അരങ്ങിലെത്തിയത്. സമാപന ദിവസമായ തിങ്കളാഴ്ച ചങ്ങനാശ്ശേരി അണിയറയുടെ ഡ്രാക്കുള എന്ന നാടകമാണ് നാടകോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. എല്ലാ ദിവസവും നാടകാവതരണത്തിന് മുൻപായി K. രാധാകൃഷ്ണൻ MP, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, CCTV ഡയറക്ടർ KC ജോസ്, കുനമുച്ചി കലാഭാരവാഹി MK ആന്റണി തുടങ്ങി വ്യത്യസ്ത മേഖലയിലെ പ്രഗത്ഭർ പങ്കെടുത്ത സാംസ്കാരിക സായാഹ്നം നടന്നിരുന്നു. നാടകപ്രവർത്തകൻ കണ്ണൂർ വാസുട്ടി, മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ഡാവിഞ്ചി സതീഷ് തുടങ്ങിയവരെ ആദരിക്കുകയും ചെയ്തു. CCTV ന്യൂസ്, കേച്ചേരി. ചിരളയം HCC GUP സ്കൂളിന്റെ ശതാബ്ദി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്നേഹാദരം 2024 സംഘടിപ്പിച്ചു. മുൻ വർഷങ്ങളിലെ തൃശൂർ നിർമ്മല പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ്, എഡ്യൂക്കേഷൻ കൌൺസിലേഴ്സ്, കോർപ്പറേറ്റ് മാനേജർമാർ, HCCയിലെ മുൻ പ്രധാന അധ്യാപകർ എന്നിവരെ ആദരിക്കാനും ഓർമ്മകൾ പങ്കുവയ്ക്കാനുമുള്ള കൂടിച്ചേരലായിരുന്നു സ്നേഹാദരം. വിദ്യാലയമുറ്റത്ത് സംഘടിപ്പിച്ച പരിപാടി എഡ്യൂക്കേഷൻ കൌൺസിലർ C. മരിയ ജോസ് ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ C. അനീജ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റർ C. അൻസ ജോസ് വിശിഷ്ടാതിഥികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഹോളി ചൈൽഡ് കോൺവെന്റ് സുപ്പീരിയർ C. ആൻ ജോസ്, അധ്യാപക പ്രതിനിധി സ്റ്റെല്ല ടീച്ചർ, സെന്റിനറി കമ്മിറ്റി ചെയർമാൻ CK സദാനന്ദൻ മാസ്റ്റർ, സ്കൂൾ PTA പ്രസിഡന്റ് ജാസിൻ P. ജോബ്, സ്കൂൾ ലീഡർ ഗിരിജല തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണു മരിച്ച വിനു ഗോപിയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ ക്രിക്കറ്റ് ആരാധകരുടെ സഹായപ്രവാഹം. കളിക്കാരും ക്ലബ്ബുകളും ക്രിക്കറ്റ് അക്കാദമികളും അടക്കം കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർ ഒത്തുചേർന്നതോടെ 10 ലക്ഷത്തോളം രൂപയാണ് സമാഹരിച്ചത്. ഓഗസ്റ്റ് 3-നാണ് പെരുമ്പിലാവ് ആൽത്തറ മേനോത്ത് വേണുവിന്റെയും തങ്കമണിയുടെയും മകൻ വിനീത ബാംഗ്ലൂർ കോടിഹള്ളിയിലെ ചഷ്വ സ്പോർട്സ് പാർക്ക് മൈതാനത്ത് ബാറ്റ് ചെയ്യുമ്പോൾ കുഴഞ്ഞു വീണത്. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മാതാപിതാക്കളും ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തെ സഹായിക്കാൻ വിനു ഗോപി കളിച്ചിരുന്ന അക്കിക്കാവ് ഫൈറ്റേഴ്സ് ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ സഹായ സമിതി രൂപീകരിച്ചിരുന്നു. 3 പേരടങ്ങുന്ന ജോയിന്റ് അക്കൌണ്ട് തുടങ്ങുകയും ചെയ്തു. അക്കിക്കാവ് ടെൽക്കോൺ മൈതാനത്ത് ഞായറാഴ്ച തുടങ്ങിയ ഫൈറ്റേഴ്സ് ക്ലബ്ബ് വിനു ഗോപി മെമ്മോറിയൽ ഓൾ കേരള വെറ്റ്നസ് ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന വരുമാനവും വീട് നിർമ്മാണത്തിനായി വിനിയോഗിക്കും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. 80ന്റെ നിറവിലെത്തിയ CN ദാമോദരൻ നായരെ ഗുരുവായൂർ പൗരാവലി ആദരിച്ചു. മമ്മിയൂർ കൈലാസം ഓഡിറ്റോറിയത്തിൽ നടന്ന സമാദരണ സദസ്സ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. NSS ചാവക്കാട് താലൂക്ക് യൂണിയൻ മുൻ പ്രസിഡന്റ് ഗംഗാധര പണിക്കർ അധ്യക്ഷത വഹിച്ചു. അഷ്ടപതി കലാകാരൻ ജ്യോതിദാസ് ഗുരുവായൂർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൌൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, ജ്യോതി രവീന്ദ്രനാഥ്, വിവിധ സംഘടനാ സാരഥികളായ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, CP നായർ, കോമത്ത് നാരായണ പണിക്കർ, ശങ്കരൻകുട്ടി ഇരിങ്ങാലക്കുട, മൗനയോഗി ഡോക്ടർ A. ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു.
കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കുന്നംകുളം താലൂക്ക് സമ്മേളനം നടന്നു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ ഷിജിർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2 മാസത്തെ വേതനം ലഭിക്കാത്തതുമൂലം സംസ്ഥാനത്തെ റേഷൻ ലൈസൻസികളും സെയിൽസ്മാൻമാരും പ്രതിസന്ധികൾ നേരിടുന്ന കാര്യം സർക്കാർ മറക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് ഷിജിർ പറഞ്ഞു. റേഷൻ വ്യാപാരികളോട് സർക്കാർ കാണിക്കുന്ന അവഗണന തുടരുന്നത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താലൂക്ക് പ്രസിഡന്റ് ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ജെയിൻ പുലിക്കോട്ടിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കെ.എ. വേണു, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ.ടി. ജോസ്, ട്രഷറർ ഫ്രാൻസിസ് ചെമ്മണ്ണൂർ, സെക്രട്ടറി ജോയ് മറ്റം, അജിത് പണിക്കർ എന്നിവർ സംസാരിച്ചു. കോവിഡ് മഹാമാരിക്കാലത്ത് വിതരണം ചെയ്ത കിറ്റിന്റെ കമ്മീഷൻ നൽകണമെന്ന ഹൈക്കോടതി വിധി സർക്കാർ അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഒരു വശത്ത് വിതരണം ചെയ്ത ഭക്ഷ്യധാന്യത്തിന്റെ പ്രതിഫലം നൽകാതെയും മറുവശത്ത് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നതിന് പണം അടയ്ക്കണമെന്ന NFSA അധികാരികളുടെ സമ്മർദ്ദം മൂലവും റേഷൻ വ്യാപാരി കുടുംബങ്ങൾ മാനസിക വെല്ലുവിളി നേരിടുകയാണ്. സർക്കാർ അടിയന്തരമായി മുഴുവൻ കമ്മീഷൻ കുടിശ്ശിക അനുവദിക്കുക, താലൂക്കിലെ വാതിൽപ്പടി വിതരണത്തിലെ അപാകത ഉൾപ്പെടെ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളും സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരള ലേബർ മൂവ്മെന്റ് സംഘടന ഇളവള്ളി യൂണിറ്റിന്റെ 31ാം വാർഷികത്തിന്റെ ഭാഗമായി നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സെപ്റ്റംബർ 8-ന് തുടക്കമാകും. ഇതോടനുബന്ധിച്ച് 100ഓളം നിർധന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യും. കാരുണ്യസ്പർശത്തിന്റെ ഭാഗമായി ഇറക്കുന്ന സപ്ലിമെന്റ് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ ജനറൽ കൺവീനർ KM ആൻഡോ കൈമാറി. തുടർന്ന് ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായിക്കൽ സപ്ലിമെന്റ് പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രസിഡന്റ് സൈമൺ വടക്കൂട്ട് അധ്യക്ഷനായി. സിസ്റ്റർ ലീന പോൾ, ഇളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം സീമ ഷാജു എന്നിവർ സംബന്ധിച്ചു. സെക്രട്ടറി AJ ജിജോ, സപ്ലിമെന്റ് കമ്മിറ്റി അംഗങ്ങളായ PI ഷാജു, സിജോ ജോർജ്, CK ജോയ്, ലോഹി റാഫേൽ, NJ ബിജു, ബാബു വടക്കൻ എന്നിവർ നേതൃത്വം നൽകി. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിൽ ദൈവമാതാവിന്റെ ജനന തിരുനാളിന് കൊടിയേറി. പരിശുദ്ധ കന്യാമറിയത്തിന്റെ നാമധേയത്തിലുള്ള പുതുശ്ശേരി ഇടവക ദേവാലയത്തിൽ മാതാവിന്റെ ജനന തിരുനാളിന് തുടക്കം കുറിച്ച് കൊടിയേറ്റം നടന്നു. വികാരി ഫാദർ റോജോ എലുവത്തിങ്കൽ കൊടിയേറ്റം നിർവഹിച്ചു. കൊടിയേറ്റം മുതൽ തിരുനാൾ ആഘോഷിക്കുന്ന ഞായറാഴ്ച വരെ നോമ്പാചരണമുണ്ടാകും. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ദിവസവും വൈകിട്ട് 6-ന് ദിവ്യബലിയും ശനിയാഴ്ച രാവിലെ കൂടുതുറക്കൽ ശുശ്രൂഷയെ തുടർന്ന് ദിവ്യബലിയും നടക്കും. വൈകിട്ട് 7-ന് പുതുശ്ശേരി കപ്പേളയിൽ വേസ്പരയും തുടർന്ന് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ മാതാവിന്റെ രൂപം ദേവാലയത്തിലേക്ക് എഴുന്നള്ളിക്കും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടാകും. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തിനു ശേഷം ഊട്ടുനേർച്ചയും നടക്കും. കൊടിയേറ്റ ചടങ്ങുകൾക്ക് കൈക്കാരന്മാരായ വിൻസെന്റ് കാക്കശ്ശേരി, CL ജോൺസൺ, KL ജോർജ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. എരുമപ്പെട്ടി മങ്ങാട് മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം ഘോഷയാത്ര നടത്തി. കഥാരൂപ സപ്താഹവേദിയിൽ 5ാം ദിവസമാണ് രുക്മിണി സ്വയംവരം നടന്നത്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മങ്ങാട് സെന്റർ ചുറ്റി ക്ഷേത്രത്തിലെത്തി സപ്താഹവേദിയിൽ സമാപിച്ചു. കൃഷ്ണവേഷധാരികളായ കുട്ടികൾ ഘോഷയാത്രയിൽ അണിനിരന്നു. മേൽശാന്തി വിഘ്നേശ്വരൻ എമ്പ്രാന്തിരി കാർമ്മികത്വം വഹിച്ചു. ദീപാരാധനയ്ക്ക് ശേഷം ആഘോഷത്തോടെ രുക്മിണി സ്വയംവരം നടന്നു. നിവേദ്യമായി ഉണ്ണിയപ്പവും മധുരപലഹാരങ്ങളും നൽകി. പുടവപൂജ, സ്വയംവരാർച്ചന എന്നിവയും നടന്നു. യജ്ഞാചാര്യൻ മങ്ങാട് മുരളീധരൻ നമ്പീശൻ, യജ്ഞപൗരാണിക രാധാദേവി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് തിരുവാതിരക്കളി അരങ്ങേറി. മങ്ങാട്ടുകാവ് ദേവസ്വം പൂരം സംയുക്ത കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സപ്താഹം നടക്കുന്നത്. വേലൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ PhD നേടിയ തെക്കേമഠം മാനേജർ വടക്കുംപാട്ട് നാരായണൻ മാസ്റ്ററെ ആദരിച്ചു. ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് സേതുമാധവൻ പൊന്നാടയണിയിച്ച് മൊമെന്റോ നൽകി ആദരിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി സനൽകുമാർ, ട്രഷറർ ചന്ദ്രൻ, നാരങ്ങാവളപ്പിൽ മണി, ക്ഷേത്ര ശ്രീകോവിൽ പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് മാടാവുമന നാരായണൻ നമ്പൂതിരി, ഉണ്ണികൃഷ്ണൻ സൗവർണിക തുടങ്ങി ഭക്തജനങ്ങളും പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഗുരുവായൂർ ടൗൺ യൂണിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,93,502 രൂപ നൽകി. NK അക്ബർ MLA ഏറ്റുവാങ്ങി. M രവീന്ദ്രൻ, PV ബാലചന്ദ്രൻ, PI സൈമൺ, ജോർജ് പോൾ നീലങ്കാവിൽ, P ശിവദാസ് എന്നിവർ സംസാരിച്ചു. കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ PTA, MPTA, SMC അംഗങ്ങൾക്കായി നേതൃപരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് OB ഷനോജ് അധ്യക്ഷനായി. MPTA പ്രസിഡന്റ് ശിവരഞ്ജിനി, PTA വൈസ് പ്രസിഡന്റ് TG കണ്ണൻ, SRG കൺവീനർ KA മനോജ്, അധ്യാപകരായ അനുഗ്രഹ, ജീന എന്നിവർ സംസാരിച്ചു.
ഓൾ കേരള ടൈലറിംഗ് അസോസിയേഷൻ കണ്ടാണിശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ ജില്ലാ ട്രഷറർ CR ജയൻ അനുസ്മരണവും പ്രവർത്തക യോഗവും സംഘടിപ്പിച്ചു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണവും പ്രവർത്തക യോഗവും AKTA ജില്ലാ വൈസ് പ്രസിഡന്റ് PJ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. കണ്ടാണിശ്ശേരി ഏരിയ പ്രസിഡന്റ് ജീന ബാബു അധ്യക്ഷയായി. ഏരിയ ട്രഷറർ ഉഷ തോമസ്, യൂണിറ്റ് സെക്രട്ടറിമാരായ ഷെല്ലി വിവേകാനന്ദൻ, മെർലി വർഗീസ്, നീതു സിൻഡോ, റീത സുന്ദരൻ, സിമി ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടാണിശ്ശേരി ഏരിയയിലെ മറ്റം, നമ്പഴിക്കാട്, വാഗ, എളവള്ളി, പൂവത്തൂർ എന്നീ 5 യൂണിറ്റുകളിൽ നിന്നായി 200ഓളം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. AKTA പ്രവർത്തകർ CR ജയന്റെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തിയാണ് അനുസ്മരണ ചടങ്ങിന് തുടക്കം കുറിച്ചത്. CPM കടങ്ങോട് കിഴക്കുമുറി ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. 2023-24 അധ്യയന വർഷത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. CPM കടങ്ങോട് ലോക്കൽ കമ്മിറ്റി അംഗം CV സുഭാഷ് അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ്, ബ്രാഞ്ച് അംഗങ്ങളായ VS ശ്രീജൻ, CR മനോജ്, CI ഇബ്രാഹിം, മഹിളാ അസോസിയേഷൻ അംഗം CG പ്രസാദ്, ബ്രാഞ്ച് സെക്രട്ടറി PB വിഷ്ണു, KS സതീഷ് എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ ഏരിയ പ്രവർത്തക യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഏരിയയിലെ 160ഓളം പ്രവർത്തകർ പങ്കെടുത്തു. ജില്ലാ ട്രഷററായിരുന്ന CR ജയനെ അനുസ്മരിച്ചു. ഏരിയ സെക്രട്ടറി ഷൈമ രവീന്ദ്രൻ, സുധ രവീന്ദ്രൻ, M സത്യനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂനമുച്ചി യൂണിറ്റിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കൂനമുച്ചി സെന്ററിലെ വ്യാപാര ഭവനിൽ സജ്ജമാക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് നിർവഹിച്ചു. കൂനമുച്ചി യൂണിറ്റ് പ്രസിഡന്റ് VD തോമസ് അധ്യക്ഷനായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണലൂർ നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ സെക്രട്ടറിയുമായ CL റാഫേൽ, മണലൂർ നിയോജക മണ്ഡലം ജനറൽ കൺവീനർ സജി ചിറമേൽ, വൈസ് പ്രസിഡന്റ് AL ജെയിംസ്, സെക്രട്ടറി TL ജെയ്സൺ, ട്രഷറർ PA വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങൾക്കുള്ള ഓണപ്പായസ കൂപ്പൺ വിതരണവും നടന്നു. ഗുരുവായൂർ കാവീട് സെന്റ് ജോസഫ് പള്ളി ഇടവക അംഗമായ ഡീക്കൻ ജോസഫ് ചൂണ്ടലിന്റെ പൗരോഹിത്യ സ്വീകരണം നടത്തി. ഫരീദാബാദ് രൂപത അധ്യക്ഷന്മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര മെത്രാപ്പോലിത്തയുടെ കാർമ്മികത്വത്തിൽ നടത്തിയ പൗരോഹിത്യ സ്വീകരണ ചടങ്ങിൽ പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ, ഫാദർ വർഗീസ് പാലത്തിങ്കൽ, ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത്, ഫാദർ ടോളസ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നവവൈദികൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. വൈകിട്ട് നടന്ന അനുമോദന ചടങ്ങ് ഫാദർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു. പാലയൂർ വികാരി ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അധ്യക്ഷനായി. ഫാദർ വർഗീസ് പാലത്തിങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ, ഫാദർ വർഗീസ് മേലിട്ടു പാലത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിയാനയിൽ നടന്ന 17ാമത് GFI നാഷണൽ ഗ്രേപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ നോജി -100 കിലോഗ്രാം വിഭാഗത്തിൽ ആദൂർ തോന്നലൂർ സ്വദേശിയായ മുഹമ്മദ് ഫിർദൌസ് കേരളത്തിന് വേണ്ടി സ്വർണ്ണ മെഡൽ നേടി. കുന്നംകുളം വിവേകാനന്ദ കോളേജ് 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഫിർദൌസ്. ഗവൺമെന്റ് എരുമപ്പെട്ടി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. തോന്നലൂർ കൊട്ടിലിങ്ങൽ ഹനീഫ സെഫിയ ദമ്പതികളുടെ മകനാണ്. റെസ്ലിംഗ്, ജൂഡോ എന്നീ വിഭാഗങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. മറ്റം സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിലെ ഗൈഡ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് ഓണക്കിറ്റ് വിതരണം ചെയ്തു. ഗൈഡ്സ് യൂണിറ്റ് അംഗങ്ങളായ വിദ്യാർത്ഥിനികൾ സമാഹരിച്ച സാധനങ്ങൾ PTA വൈസ് പ്രസിഡന്റ് ക്രിസ്റ്റി റോയ് ഏറ്റുവാങ്ങി. പ്രധാന അധ്യാപിക ഫ്ലോറൻസ് ടീച്ചർ, PTA പ്രസിഡന്റ് TA മുഹമ്മദ് ഷാഫി, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ഗൈഡ്സ് യൂണിറ്റ് ലീഡർമാരായ ധന്യ ടീച്ചർ, ബിനി ടീച്ചർ, പ്രീതി ടീച്ചർ, ഗൈഡ്സ് കേഡറ്റുകൾ എന്നിവർ ശേഖരിച്ച സാധനങ്ങൾ അടങ്ങിയ കിറ്റ് പൂർവ്വ വിദ്യാർത്ഥിയുടെ വസതിയിലെത്തി കൈമാറി. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ചിറമനേങ്ങാട്ടെ 102ാം നമ്പർ അങ്കണവാടിയുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. 1.5 വർഷം വാടക കെട്ടിടത്തിലായിരുന്നു അങ്കൺവാടിയുടെ പ്രവർത്തനം. ഗ്രാമപഞ്ചായത്ത് 8.25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അങ്കണവാടി കെട്ടിടം പുതുക്കി പണിതത്. പഴയ ട്രസ് പൊളിച്ച് പുതിയത് നിർമ്മിക്കുകയും ജനലും വാതിലും മാറ്റി പുതിയത് സ്ഥാപിക്കുകയും സുരക്ഷ ഉറപ്പാക്കാൻ ചുറ്റുമതിലും കെട്ടി മുറ്റത്ത് ഇന്റർലോക്ക് കട്ട വിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ വിവിധ അങ്കണവാടികളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും ചുറ്റുമതിൽ നിർമ്മാണത്തിനുമായി 27 ലക്ഷം രൂപയാണ് ഭരണസമിതി വകയിരുത്തിയിട്ടുള്ളത്. വാർഡ് മെമ്പർ രജിത ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അങ്കൺവാടി കുട്ടികൾക്ക് തുറന്നു നൽകി.
ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ AS സരീഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം സൈബുന്നിസ ഷറഫു, മുൻ അംഗൻവാടി ടീച്ചർ സരസ്വതി, ALM SSC അംഗങ്ങളായ NS സത്യൻ, ഷീജ മണി, CDS മെമ്പർ ബിബിത സോമൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ശിവശങ്കരൻ, ഷറഫു പന്നിത്തടം തുടങ്ങിയവർ സംസാരിച്ചു. അംഗനവാടി വർക്കർ SS നന്ദിത സ്വാഗതവും ഹെൽപ്പർ KS ഷാലി നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ്, വേലൂർ. കടവല്ലൂർ കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലനിറയും നിറപുത്തരിയും നടന്നു. ഞായറാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജയ്ക്ക് ശേഷം ആൽത്തറയിൽ എത്തിച്ച കതിർക്കറ്റകൾ തലയിലേറ്റി ക്ഷേത്ര പ്രദക്ഷിണം നടത്തി നമസ്കാര മണ്ഡപത്തിൽ സമർപ്പിച്ചു. തുടർന്ന് ക്ഷേത്ര മേൽശാന്തി അനിൽ മേൽപ്പറമ്പത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജിച്ച് ദേവീദേവന്മാർക്കും ഉപദേവന്മാർക്കും സമർപ്പിച്ചു. സുദർശൻ നമ്പൂതിരി, സനോജ് നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി. ഭക്തർക്ക് പുത്തരിപ്പായസ വിതരണവും ഉണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും മാതൃസമിതിയും നേതൃത്വം നൽകി. മാലതിയമ്മയ്ക്ക് ഇനി അമ്മ വീട്ടിൽ അഭയം. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ താമസിക്കുന്ന 86-കാരിയായ അരിയന്നൂർ പോഴത്ത് വീട്ടിൽ മാലതിയമ്മയ്ക്കാണ് പഞ്ചായത്ത് അധികാരികളുടെയും ആരോഗ്യ വിഭാഗത്തിന്റെയും ഇടപെടലിന്റെ ഭാഗമായി ചേലക്കരയിലെ അമ്മ വീട്ടിൽ അധികൃതർ അഭയമൊരുക്കിയത്. രോഗബാധിതയായി വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചു വരുന്ന മാലതിയമ്മ തീരെ കിടപ്പിലായതിനെ തുടർന്ന് ചികിത്സയും പരിചരണവും ലഭിക്കാതെ അവശനിലയിൽ കഴിയുകയായിരുന്നു. ഇവരുടെ ദുരിതജീവിതം അറിഞ്ഞതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും വീട്ടിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സ്വന്തമായി എഴുന്നേൽക്കാൻ കഴിയാതെ തീർത്തും അവശനിലയിൽ കട്ടിലിൽ കഴിയുന്ന അവസ്ഥയിലായിരുന്നു മാലതിയമ്മ. പരിസരവാസികളുടെ കാരുണ്യത്താലാണ് ഭക്ഷണം നൽകിയിരുന്നത്. പഞ്ചായത്ത് അംഗവും കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരും അങ്കണവാടി ആശാ പ്രവർത്തകയും പഞ്ചായത്ത് പാലിയേറ്റീവ് പ്രവർത്തകരും ചേർന്ന് ഇവരുടെ വീടും പരിസരവും വൃത്തിയാക്കുകയും കുളിപ്പിച്ച് ആവശ്യമായ വൈദ്യപരിശോധന നടത്തുകയും ചെയ്തു. ഇവരെ പരിചരിക്കാൻ അടുത്ത ബന്ധുക്കളാരും തന്നെ ഇല്ലാത്ത സാഹചര്യത്തിൽ തുടർ പരിചരണം ആശങ്കയിലാകുമെന്ന വിലയിരുത്തലിൽ സാമൂഹ്യ സുരക്ഷാ വകുപ്പിന്റെ ശ്രദ്ധയിൽ വിഷയം അറിയിച്ചു. തുടർന്ന് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ചേലക്കരയിലെ അമ്മ വീട് മാലതിയമ്മയുടെ പരിചരണം ഏറ്റെടുക്കാൻ തയ്യാറായത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PV നിവാസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്, VL ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ മാലതിയമ്മയെ കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. ജനപ്രതിനിധികൾ, അംഗൻവാടി പ്രവർത്തകർ, ആശാപ്രവർത്തക, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ മാലതിയമ്മയെ ചേലക്കരയിലെ അമ്മ വീട്ടിലേക്ക് യാത്രയാക്കാനെത്തിയിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. മുണ്ടത്തിക്കോട് ആര്യമ്പാടം മുരളിക ട്രസ്റ്റിന്റെ 11-ാം വാർഷികവും ആര്യമ്പാടത്തിന്റെ കലാകാരനായിരുന്ന CS മുരളി ബാബു അനുസ്മരണവും ആൻഡോ കറുത്തേടത്തിന്റെ അന്തുവിന്റെ അനന്തയാത്ര എന്ന നോവലിന്റെ പ്രകാശനവും നടത്തി. രാജഗിരി CKC LP സ്കൂളിൽ പ്രശസ്ത എഴുത്തുകാരി പ്രൊഫസർ സാറ ജോസഫ് പ്രകാശന കർമ്മം നിർവഹിച്ചു. റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗീത സുരാജ് പുസ്തകം ഏറ്റുവാങ്ങി. ഫാദർ ജേക്കബ് തച്ചറാട്ടിൽ പുസ്തകം പരിചയപ്പെടുത്തി. നാടക പ്രവർത്തകൻ പ്രബലൻ വേലൂർ, നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ MR അനൂപ് കിഷോർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ എന്നിവർ മുരളി ബാബു അനുസ്മരണം നടത്തി. ഗ്രന്ഥകർത്താവ് ആൻഡോ കറുത്തേടത്ത് മറുപടി പ്രസംഗം നടത്തി. അഖില കേരള കവിതാലാപന മത്സരത്തിലെ വിജയികൾക്ക് രാജഗിരി CKC LP സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ സാറ ജോസഫ് പ്രശസ്തി പത്രവും ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. കുന്നംകുളം നഗരസഭ 2023-24 പദ്ധതി പ്രകാരം അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ 33-ാം വാർഡ് കാവലക്കാട് പ്രദേശത്ത് ആരംഭിച്ച ഓണക്കാല പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെ ഒരുക്കിയ പൂക്കൃഷിയാണ് ഓണവിപണി ലക്ഷ്യമിട്ട് വിളവെടുപ്പ് നടത്തിയത്. വാർഡ് കൌൺസിലർ KK മുരളി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ സജനി പ്രേമൻ, CK അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിന്റെ ഭാഗമായി നടത്തിവരാറുള്ള 42ാമത് സുവിശേഷ മഹായോഗത്തിന് തുടക്കമായി. വൈകിട്ട് നടന്ന സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പെങ്ങാമുക്ക് യാക്കോബായ പള്ളി വികാരി ഫാദർ ബേസിൽ കൊല്ലാർമലി, വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ എന്നിവർ സഹകാർമ്മികരായി. ഗാന ശുശ്രൂഷയ്ക്ക് ശേഷം ജോബിൻ ജോണി സങ്കീർത്തനം വായിച്ചു. തുടർന്ന് 42ാമത് സുവിശേഷ യോഗം ആര്യമ്പാടം യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. പാർലിക്കാട് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ ജോബ് കുഴുപ്പള്ളി ആമുഖ സന്ദേശം നൽകി.
TV പ്രഭാഷകനായ ഫാദർ ജേക്കബ് മഞ്ഞളി മുഖ്യവചന സന്ദേശം നൽകി. സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം സ്നേഹവിരുന്നുമുണ്ടായി. ഫാദർ ബേസിൽ കൊല്ലാർമാലി, ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ എന്നിവർ സന്നിഹിതരായി. നിരവധി വിശ്വാസികൾ സുവിശേഷ യോഗത്തിൽ പങ്കെടുത്തു. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ കമ്മിറ്റി, ഭക്തസംഘടനാ ഭാരവാഹികൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് വയ്ക്കുന്നതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ധനസമാഹരണത്തോടനുബന്ധിച്ച് കാട്ടകാമ്പാൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ഘാടനം കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് K. ജയശങ്കർ നിർവഹിച്ചു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷഹീർ കോട്ടോൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ മുഖ്യാതിഥിയായി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി, KSU ജില്ലാ സെക്രട്ടറി NA റാഷിദ്, പഞ്ചായത്ത് അംഗം MA അബ്ദുൾ റഷീദ്, കാട്ടകാമ്പാൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. KC ശശി, ബിജു വാഴപ്പുള്ളി, ഉമാദേവി, സന്ധ്യ ഷിബു, VV സാംസൺ, ധന്യ മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലഹരിക്കെതിരായുള്ള പുസ്തക ചങ്ങാത്ത പദ്ധതി 98 സ്കൂളുകളിൽ പൂർത്തീകരിച്ച് സ്റ്റൈജു മാസ്റ്റർ. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജു ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പുസ്തക ചങ്ങാത്തം പദ്ധതി ആവിഷ്കരിച്ചത്. ജില്ലയിലെ വിദ്യാലയങ്ങളിൽ നടത്തുന്ന പുസ്തക ചങ്ങാത്ത പദ്ധതിയുടെ ഭാഗമായി തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 98ാമത്തെ പുസ്തക ചങ്ങാത്തം സംഘടിപ്പിച്ചത്. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്ത് പുസ്തക ചങ്ങാത്തം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ MG സജീവ് അധ്യക്ഷനായി. ചലച്ചിത്ര നടൻ നന്ദകിഷോർ മുഖ്യപ്രഭാഷണം നടത്തി. 98 സ്കൂളിൽ പുസ്തക ചങ്ങാത്തം പൂർത്തിയാക്കിയ സ്റ്റൈജു മാസ്റ്ററെ തേറമ്പിൽ രാമകൃഷ്ണൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കാൽഡിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ TT പോൾ, ചിത്രകാരൻ ജോബി ചാക്കോ, മാധ്യമപ്രവർത്തകൻ KB പ്രമോദ്, KA രാമദാസ്, സംഗീത ടീച്ചർ ഷിജിത്ത് എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട 50 വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. തന്റെ വരുമാനത്തിലെ ഒരു ഭാഗം മാറ്റിവെച്ചാണ് മാസ്റ്റർ പുസ്തക വിതരണം നടത്തുന്നത്. അധ്യാപന വൃത്തിയിൽ ആദ്യമായി പ്രവേശിച്ച വാടാനപ്പള്ളി SMUP സ്കൂളിൽ നിന്ന് 2022 ജൂൺ 26-നാണ് പുസ്തക ചങ്ങാത്തം പദ്ധതിക്ക് സ്റ്റൈജു തുടക്കം കുറിച്ചത്. CCTV ന്യൂസ് കേച്ചേരി. പ്രമുഖ കാർ ആക്സസറീസ് ഡീലർമാരായ സ്കൈവീൽസ് കാർ ആക്സസറീസിന്റെ 15ാം വാർഷികാഘോഷവും ബ്രാൻഡഡ് പ്രോഡക്റ്റ് ലോഞ്ചിംഗ് സെറിമണിയും സെപ്റ്റംബർ 7 ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് കുന്നംകുളം ലിവ ടവർ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 15 വർഷത്തിലേറെയായി കാർ സീറ്റ് കവർ നിർമ്മാണ രംഗത്ത് മികവ് പുലർത്തിയ സ്കൈവീൽ സ്റ്റിച്ചിംഗ് സ്റ്റുഡിയോയിൽ നിന്നും പ്രീമിയം സീറ്റ് കവറിന്റെയും ഇന്റീരിയർ ആൻഡ് കാർ കെയർ പ്രോഡക്ട്സിന്റെയും മികച്ച ബ്രാൻഡിനാണ് അവതരിപ്പിക്കുന്നത്. സ്കൈവീൽസ് പ്രിവിലേജ് കസ്റ്റമേഴ്സ് കൂട്ടായ്മയായ സ്കൈവീൽസ് ലോയൽ കമ്മ്യൂണിറ്റി അംഗങ്ങളുടെ സാന്നിധ്യത്തിലായിരിക്കും ചടങ്ങുകൾ നടക്കുക. സ്കൈവീൽസ് ഫൗണ്ടർ കൂടിയായ റിയാസ് തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനവും ഓട്ടോമൊബൈൽ രംഗത്തെ വിദഗ്ധന്മാരുടെ സാന്നിധ്യത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സ്കൈവീൽസ് മാനേജ്മെന്റ് ഭാരവാഹികളായ റിയാസ്, ഫവാസ് കടവല്ലൂർ, KH ഷനൂബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓർമ്മകളും സൗഹൃദവും പങ്കുവെച്ച സഹപാഠികൾ വീണ്ടും ഒത്തുചേർന്നു. പഴഞ്ഞി MD കോളേജിലെ 1989-91 വർഷത്തെ 3ാം ഗ്രൂപ്പ് ബിരുദ വിദ്യാർത്ഥികളാണ് 33 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുകൂടിയത്. പുതുശ്ശേരി ഐക്യ ആർട്ട് ഫാമിൽ വെച്ചായിരുന്നു സോളിഡ് ഫ്രണ്ട്സ് എന്ന സൗഹൃദ കൂട്ടായ്മയുടെ 3ാമത്തെ സംഗമം സംഘടിപ്പിച്ചത്. കോളേജ് യൂണിയൻ മുൻ ചെയർമാൻ സുബൈർ മുളക്കാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. മധു അധ്യക്ഷനായി. KS സുമ, ദിലീപ് കുമാർ, മേരിക്കുട്ടി, ബിജി ഡേവിഡ്, മോഹനൻ, പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സൗഹൃദ കൂട്ടായ്മ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വയനാടിനെ ചേർത്ത് പിടിക്കാൻ DYFI സംസ്ഥാന കമ്മിറ്റിയുടെ ക്യാമ്പയിനിൽ മികച്ച പ്രകടനം നടത്തി DYFI തിരുവത്ര മേഖലാ കമ്മിറ്റി. പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിറ്റും ഫോട്ടോഗ്രാഫി ചലഞ്ച് നടത്തിയും ബിരിയാണി ചലഞ്ച് നടത്തിയും പ്രവർത്തകരുടെ വേതനം നൽകിയും കുരുന്നുകൾ നൽകിയ കാശുകുടുക്കുകളുമെല്ലാം ശേഖരിച്ച് 3 ലക്ഷം രൂപ DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദിന് കൈമാറി. പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹായമാണ് ഫണ്ട് കൈമാറാൻ സാധിച്ചതിന് പിന്നിലെന്ന് DYFI തിരുവത്ര മേഖലാ സെക്രട്ടറി KU ജാബിർ പറഞ്ഞു. DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി, ചാവക്കാട് നഗരസഭ വൈസ് ചെയർമാൻ KK മുബാറക്, CPIM തിരുവത്ര ലോക്കൽ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്നതിനു വേണ്ടി DYFIയുടെ നേതൃത്വത്തിൽ നമ്മൾ വയനാട് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി DYFIയുടെ തിരുവത്ര മേഖലാ കമ്മിറ്റി വ്യത്യസ്തങ്ങളായ ക്യാമ്പയിനുകൾ ഏറ്റെടുത്തുകൊണ്ട് 3 ലക്ഷം രൂപ DYFIയുടെ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദിന് കൈമാറിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സഹകരിച്ച
തിരുവത്രയിലെ മുഴുവൻ നല്ലവരായ ജനങ്ങളോടും DYFIക്ക് വേണ്ടി ഈ അവസരത്തിൽ നന്ദി കൂടി പറയുകയാണ്. യുഎയിലെ കുന്നംകുളം നിവാസികളുടെ ഇടതുപക്ഷ സാംസ്കാരിക സംഘടനയായ സമത കുന്നംകുളം സെൻട്രൽ സമ്മേളനം നടന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനം ലോക കേരള സഭാ അംഗം സൈമൺ സാമുവൽ ഉദ്ഘാടനം ചെയ്തു. ലോക കേരള അംഗം മോഹൻ പി, ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ മാനേജിംഗ് കമ്മിറ്റി അംഗം KK താലിബ് എന്നിവർ മുഖ്യാതിഥികളായി. പുതിയ ഭാരവാഹികളായി സൈഫുദ്ദീൻ സെക്രട്ടറി, സുശീൽ കുമാർ പ്രസിഡന്റ്, നൌഷാദ് ട്രഷറർ, അനീഷ് സച്ചിൻ ജോയിന്റ് സെക്രട്ടറിമാർ, സുരേഷ് ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുത്തു. സമത സെക്രട്ടേറിയറ്റ് അംഗം ഷാജൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ മരത്തംകോട് 16-ാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി ഉദ്ഘാടനം ചെയ്തു. കൃഷിഭവൻ മുഖേന ലഭിച്ച ഹൈബ്രിഡ് തൈകളാണ് നട്ടിരുന്നത്. തൊഴിലുറപ്പ് മേറ്റ് ശ്രീകല, വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളായ രണേഷ്, അബ്ദുൾ റഹീം, തൊഴിലുറപ്പ് പദ്ധതി എഞ്ചിനീയർ EG ബിന്ദു, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏരിയ പ്രവർത്തക യോഗം സംഘടിപ്പിച്ചു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം ജില്ലാ ജോയിന്റ് സെക്രട്ടറി EK നന്ദനൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ശൈലജ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ ട്രഷറർ CR ജയനെ അനുസ്മരിച്ചു. ഏരിയ ട്രഷറർ MS സത്യനാഥൻ ടൈലറിംഗ് ലേബർ ട്രസ്റ്റിന് കീഴിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്ത്രങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. തുടർന്ന് ക്ഷേമനിധി, ചാരിറ്റബിൾ ട്രസ്റ്റ്, വാർഷിക സാന്ത്വന പദ്ധതി, സ്വയം സഹായ സംഘങ്ങൾ എന്നിവയെക്കുറിച്ച് ഏരിയ പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ വിശദീകരിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KT രത്നവല്ലി, ലളിതാംബിക, ബീനാഭായ് എന്നിവർ സംസാരിച്ചു. തിരുവത്ര പുത്തൻ കടപ്പുറം GFUP സ്കൂളിൽ നാളികേര ദിനാചരണത്തിന്റെയും നാടൻ പലഹാരമേളയുടെയും ഉദ്ഘാടനം സ്കൂൾ പ്രധാനാധ്യാപിക PK റംല നിർവഹിച്ചു. 3-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പാഠ്യപ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് അട, അച്ചപ്പം, ഉണ്ണിയപ്പം, ചുക്കപ്പം, പഴം നിറച്ചത് തുടങ്ങി വിവിധ വിഭവങ്ങൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചത്. സ്റ്റാഫ് സെക്രട്ടറി MK ജാസ്മിൻ, PR റജില, MK സലിം, MU അജിത, സൈന ചാഴൂർ തുടങ്ങിയ അധ്യാപകർ നേതൃത്വം നൽകി. ചാവക്കാട് കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഡയാലിസിസ് കൂപ്പൺ വിതരണം ചെയ്തു. കൺസോൾ കോർണറിൽ നടന്ന ചടങ്ങ് സൂര്യ ഡാൻസ് പെർഫോമറും മണലൂർ മ്യൂസിക് അക്കാദമി ഡയറക്ടറുമായ ശ്രീദേവി സുജീഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CK ഹക്കീം ഇംബാർക്ക് അധ്യക്ഷത വഹിച്ചു. UAE കോർഡിനേറ്റർ മുബാറക് ഇംബാർ, കുവൈറ്റ് പ്രതിനിധി ഷാജി മണത്തല, ഒമാൻ പ്രതിനിധി ആഷിഖ് പാലയൂർ, MSS ചാവക്കാട് സെക്രട്ടറി AV മുഹമ്മദ് അഷ്റഫ്, കൺസോൾ ട്രസ്റ്റിമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബാലസംഘം പന്നിത്തടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരത്തംകോട് ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ വയനാട് ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ബാലസംഘം പന്നിത്തടം കൺവീനർ V ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. പന്നിത്തടം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് നിവേദിക അധ്യക്ഷത വഹിച്ചു. മേഖലാ കോർഡിനേറ്റർ അബ്ദുൾ റഹീം, കമ്മിറ്റി അംഗങ്ങളായ അനുശ്രീ, ആർദ്ര, സജിത, പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണക്കാലമായതോടെ മേഖലയിലെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും തിരക്കേറി. പുത്തൻ വസ്ത്രങ്ങളുടെ ശേഖരവുമായി കുന്നംകുളത്തെ കേരള വസ്ത്രാലയവും ഒരുങ്ങിക്കഴിഞ്ഞു. ഓണവും വിവാഹ സീസണും വിപണിയെ സജീവമാക്കി. ഓണക്കോടികളും വിവാഹ വസ്ത്രങ്ങളും തെരഞ്ഞെടുക്കാനെത്തുന്നവരുടെ വലിയ തിരക്കാണ് കുന്നംകുളം കേരള വസ്ത്രാലയത്തിൽ അനുഭവപ്പെടുന്നത്. കുറഞ്ഞ വിലയ്ക്ക് നല്ല തുണിത്തരങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള അവസരം ഉപഭോക്താക്കൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കുഞ്ഞുടുപ്പുകൾ മുതൽ വിവാഹ പട്ടുസാരികൾ വരെ എല്ലാ പ്രായക്കാർക്കും അഭിരുചിക്ക് അനുസരിച്ചുള്ള തുണിത്തരങ്ങളും റെഡിമെയ്ഡ് വസ്ത്രങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സാധാരണക്കാരുടെ മനസ്സിനും ബഡ്ജറ്റിനും ഇണങ്ങുന്ന രീതിയിൽ പുതുമയാർന്ന വസ്ത്രങ്ങളുടെ ശേഖരവും കേരള വസ്ത്രാലയത്തിൽ സജ്ജമായിട്ടുണ്ട്. ഉത്സവ സീസന്റെ തിരക്ക് ഓരോ വർഷവും കൂടി വരികയാണെന്ന് കേരള വസ്ത്രാലയം ഉടമ റിജി ചെറുവത്തൂർ പറയുന്നു. ജനങ്ങളുടെ മനസ്സിൽ കേരള വസ്ത്രാലയത്തിനുള്ള സ്ഥാനമാണ് തങ്ങളുടെ വിജയരഹസ്യമെന്നും റിജി ചെറുവത്തൂർ കൂട്ടിച്ചേർത്തു. ചാലിശ്ശേരി മണ്ണാരപ്പറമ്പ് ഗൈഡൻസ് സെന്ററിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പെരിന്തൽമണ്ണ അബേദ് കണ്ണാശുപത്രിയുടെയും ചങ്ങരംകുളം ഓർക്കിഡ് ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെ മണ്ണാരപ്പറമ്പ് മദ്രസ ഹാളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം PEA സലാം മാസ്റ്റർ നിർവഹിച്ചു. സുധീഷ് ചികിത്സാ ധനസഹായത്തിന്റെ ആദ്യ ഗഡു ഷമീർ മടക്കേട്ടതിൽ വാർഡ് മെമ്പർ ഷെക്കീന അക്ബറിന്
ചടങ്ങിൽ കൈമാറി. രക്ഷാധികാരി PE അബ്ദുൾ ജലീൽ അധ്യക്ഷത വഹിച്ചു. മുസ്തഫ ബദരി, ഇബ്രാഹിം കുട്ടി മാസ്റ്റർ, ഫൈസൽ മാസ്റ്റർ, K ബാബു നാസർ, PP സക്കീർ, മുഹമ്മദ് കുട്ടി ഇടയത്ത് വളപ്പിൽ, ആരിഖ് ഓർക്കിഡ് ഹോസ്പിറ്റൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത തിമിര രോഗികൾക്ക് അബേഡ് ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയ സൗജന്യമായിരിക്കുമെന്നും ഓർക്കിഡ് ഹോസ്പിറ്റലിൽ തുടർ ചികിത്സയ്ക്കുള്ള OP സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. മരത്തംകോട് സ്കൂളിൽ 2002-2003 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആഘോഷിച്ചു. നിസാമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ധനലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. സഹപാഠികളിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സഹായങ്ങൾ നൽകുവാനും യോഗത്തിൽ തീരുമാനമായി. താജ് ഷജീർ, നിഷാദ് ക്രിസ്റ്റൽ തുടങ്ങിയവർ സംസാരിച്ചു. വെൽഫെയർ പാർട്ടിയുടെ മുഖപത്രമായ ജനപക്ഷം ദ്വൈമാസികയുടെ വരിച്ചേർക്കൽ ക്യാമ്പയിന്റെ കടവല്ലൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. കഴിഞ്ഞ ദിവസം കൊരട്ടിക്കരയിൽ വെച്ച് വിവാഹിതരായ പെരുമ്പിലാവ് സ്വദേശിനി ഫിദ റഫീഖ്, കോട്ടക്കൽ സ്വദേശി അഷ്ഫാഖ് മുഹമ്മദ് എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഷബീർ ആസൻ, മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ, പൊറവൂർ യൂണിറ്റ് പ്രസിഡന്റ് ഷഹീർ മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 90 രൂപ. ചരമം വെള്ളറക്കാട് മനപ്പടി വിളക്കത്തല ഉണ്ണികൃഷ്ണൻ നായർ നിര്യാതനായി. 89 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരത്ത് നടന്നു. ലക്ഷ്മിക്കുട്ടിയമ്മ ഭാര്യയാണ്. കവക്കോട് ഓതളൂർ വളപ്പിൽ പുരയ്ക്കൽ പരേതനായ കുഞ്ഞൻ ഭാര്യ മുല്ല നിര്യാതയായി. 86 വയസ്സായിരുന്നു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM തൃത്താല ഏരിയ കമ്മിറ്റി അംഗവുമായ TM കുഞ്ഞുകുട്ടന്റെ ഭാര്യ മാതാവാണ് പരേത. സംസ്കാരം പൊന്നാനി പൊതുശ്മശാനത്തിൽ നടന്നു. കമലു, അമ്മുക്കുട്ടി, ലീല, സുമ, സുബ്രഹ്മണ്യൻ, ചന്ദ്രൻ, പ്രേമലത, മനീഷ് കുമാർ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മേഖലയിൽ വ്യാപക മോഷണ ശ്രമം. ചൊവ്വന്നൂരിൽ സപ്ലൈകോയുടെ ഷട്ടറിന്റെ പൂട്ടുകൾ തകർത്തു. വെള്ളറക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ മോഷണ ശ്രമം. മരത്തംകോട് സെന്റ് സേവ്യർ കുരിശുപള്ളിയിലെ ഭണ്ഡാരം കുത്തിത്തുറന്നു. കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായ PV അൻവർ MLAയുടെ ആരോപണം ഗുരുതരമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. ആരോപണം തെറ്റെങ്കിൽ അൻവറിനെതിരെ എന്തുകൊണ്ട് നടപടിയില്ലെന്നും സുരേന്ദ്രൻ. ദേശീയപാത പാപ്പാളിയിൽ അപകടത്തിൽപ്പെട്ട ഓട്ടോറിക്ഷയിൽ നിന്ന് കഞ്ചാവ് പൊതികൾ കണ്ടെത്തി. ഡ്രൈവർ മന്നലാംകുന്ന് പാലപ്പെട്ടിക്കാരൻ വീട്ടിൽ അഷ്കറിനെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തനത്താണിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ മന്നലാംകുന്ന് സ്വദേശി മരിച്ചു. ജുമാഅത്ത് പള്ളിക്ക് സമീപം താമസിക്കുന്ന ഷിഹാബാണ് മരിച്ചത്. പുന്നയൂരിൽ ബസിന്റെ വാതിൽപ്പടിയിൽ നിന്നും പുറത്തേക്ക് വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.